നമുക്ക് നല്ലൊരു പിക്കിൾ ഉണ്ടാക്കാം കേട്ടോ. പിക്കിളെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ചോറിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ നീളത്തിൽ എല്ലാം അരിഞ്ഞ് കനം കുറഞ്ഞ് നീളത്തിലാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചമുളകാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി അധികം പച്ചമുളക് എടുക്കാം. പിന്നെ വിനീഗർ എടുത്തിട്ടുണ്ട്, കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിനാവശ്യം. പിന്നെ കറിവേപ്പില നല്ല ഫ്രഷ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അച്ചാർ പിക്കിൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഡിഷ് ചെയ്തെടുക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ ഇത് നല്ലെണ്ണ ഇച്ചിരി അധികം, അപ്പോൾ അച്ചാറൊക്കെ ആകുമ്പോൾ ഇച്ചിരി അധികം വേണമല്ലോ, അപ്പോൾ നല്ലെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ഇത്തിരി അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. വേറെ നമ്മൾ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഓരോ ബൗളും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 10-15 ചേർത്ത് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള വേണമെന്നുള്ളവർക്ക് അത്രയധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിച്ച് എടുക്കണം കേട്ടോ. ഒരുപാട് ബ്രൗൺ നിറത്തിലല്ല, എന്നാലും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു മയൊക്കെ പോയി ഒന്ന് നല്ല സ്മെല്ല് വരണോ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ മാങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കളറിന് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതേ 1 ടീസ്പൂൺ നിറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയ ശേഷം ഇതിലോട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിക്കിളിനൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ സാധാരണയായിട്ട് നന്നായിട്ട് ഉപ്പ് ചേർക്കും. ഞാനിപ്പോൾ അത്രയും ചേർക്കുന്നില്ല, നമുക്ക് ഡെയിലി ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കുന്നത് കൊണ്ട് അത്രയും അധികം ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആദ്യം ചേർക്കേണ്ടത് വിനാഗിരി ഒന്ന് തിളച്ച് വരുമ്പോൾ ആദ്യം ചേർക്കേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ഒന്ന് ചേർത്ത ശേഷം ഒന്ന് തിളച്ച ശേഷമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 ക്യാരറ്റും അതുപോലെ ഒരു വലിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ചേർക്കുന്ന ക്യാരറ്റും മാങ്ങയൊക്കെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങയും കൂടി ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ നോക്കുക, അതുപോലെ പച്ചമുളക് അതിൻ്റെ എരിവൊക്കെ നോക്കുക. അത്രയുള്ള ഒരുപാട് കുക്ക് ചെയ്ത് ഇത് സോഫ്റ്റാക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ആ വിനീഗറിൽ കിടന്ന് സോക്ക് ചെയ്തിട്ട് അത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് മാക്സിമം ഒന്ന് കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. പിന്നെ തണുത്ത ശേഷം നമുക്ക് ഇത് ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇതിൽ ബീറ്റ്റൂട്ടും കൂടി ചേർക്കുവാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബീറ്റ്റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ആകെ കൂടി കായപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കയ്യിലുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.